ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പം നമ്മൾ ഈ ഒരു പോർട്സുഗറിൻ്റെ വീഡിയോ സീരീസിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ലാബിൻ്റെ പേര് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് ലിസ്റ്റിംഗ് ദ ഡേറ്റാബേസ് കണ്ടൻറ്റ്സ് ഓൺ നോൺ ഒറാക്കിൾ ഡേറ്റാബേസ്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇതെന്തായാലും ഒറാക്കിൾ ഡേറ്റാബേസ് അല്ല. പിന്നെ ചീറ്റ് ഷീറ്റ് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ആകെ സാധ്യതയുള്ളത് 3 എണ്ണമാണ്. ഒന്നെങ്കിൽ ഇതൊരു പോസ്റ്റ്ഗ്രസ് ഡേറ്റാബേസ് ആകാം, അല്ലെങ്കിൽ MySQL ആകാം, അതും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ആകാം. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു വൾനറബിലിറ്റി ഉള്ളതെന്ന് പറയുമ്പം ഈ ഒരു കാറ്റഗറി സെക്ഷനിലാണ് നമുക്ക് യൂണിയൻ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂസറിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത അതേ സാധനം തന്നെ, പക്ഷെ ചെയ്യുന്നത് ഒരു നോൺ ഒറാക്കിൾ ഡേറ്റാബേസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം അതേ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടെക് ഗിഫ്റ്റ്സ് കൊടുക്കാം. ഞാൻ ഇനിയും ബർഫിലോട്ട് ഇതൊന്ന് മാറ്റാം, അതാകുമ്പോൾ എനിക്ക് ഒന്നുകൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്. സോ ഓപ്പൺ ബ്രൗസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ യൂണിയൻ പ്ലസ് സെലക്ട്. ഓക്കെ, നമുക്ക് എപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരെണ്ണത്തിൽ 2 എണ്ണമാണ്, കാരണം യൂസർ നെയിമും പാസ്വേഡും വേണം. സോ ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ലാബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു അസംഷൻ എടുക്കാൻ പറ്റും, നമുക്ക് എന്തായാലും 2 ടേബിൾ മിക്കവാറും പോസിബിൾ ആണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ABC DEF എന്ന് പറഞ്ഞ് 2 കോൺസ്റ്റൻറ്റ് കൊടുക്കുവാണ്, ലിറ്ററൽസ് കൊടുക്കുവാണ്. എന്നിട്ട് വർക്ക് ആകുമോ നോക്കാം. അപ്പോൾ 2 കോളമാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് ആഡ് ഓൺ ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി കോളത്തിൻ്റെ നമ്പർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇതൊരു നോൺ ഒറാക്കിളാണ്. അപ്പോൾ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ MySQL, സോ നമുക്ക് 2ഉം വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓ ഷിറ്റ്, ഒരു അബദ്ധം പറ്റിപ്പോയി. അതൊന്നുകൂടെ നമുക്ക് എടുക്കാം. ഞാനത് റിപ്പീറ്ററിലോട്ട് മാറ്റാൻ വിട്ടുപോയി. ഓക്കെ, ഇവിടെ ഓൾറെഡി ഇൻറ്റേർണൽ എറർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് MySQL മാറ്റിയപ്പം പോസ്റ്റ്ഗ്രസിൻ്റെയോ വേണം കൊടുത്ത് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇന്ന് റിപ്പീറ്ററിലോട്ട് മാറ്റട്ടെ. ഓക്കെ, ഇനി ഇത് മോഡിഫൈ ചെയ്യും. സെയിം നമ്മൾ മുമ്പേ ചെയ്ത് തന്നെ. സെലക്ട്. ഒരു സെക്കൻഡേ നോക്കാനും പറയാൻ പറ്റില്ല. പോസ്റ്റ്ഗ്രസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു സിംഗിൾ കോട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് MySQLൻ്റെ തന്നെ പോസിബിലിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് ABC, DEF. ഓക്കെ, സെൻഡ് അടിക്കാം. എറർ വന്നിട്ടുണ്ട്, ഹൈഫൺ കൊടുക്കാം. പെർഫെക്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് കൺഫേം ആയിട്ടുണ്ട് ഇതൊരു MySQL ഡേറ്റാബേസ് അല്ല. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ചീറ്റ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊരു MySQL ഡേറ്റാബേസ് അല്ല എന്ന് കൺഫേം ആയി. ഇതിനും സാധ്യതയുള്ളത് മൈക്രോസോഫ്റ്റോ പോസ്റ്റ്ഗ്രസോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേർഷൻ നോക്കാം. അപ്പോൾ നമുക്ക് വേർഷൻ്റെ ആ ഒരു സിൻടാക്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ഡേറ്റാബേസ് ആണെന്നുള്ള കാര്യം. ഓക്കെ, വേർഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമുക്ക് പോസിബിലിറ്റി ഉള്ള മൈക്രോസോഫ്റ്റിൻ്റെ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ABC ഒരെണ്ണം മാറ്റി അവിടെ അറ്റ് വേർഷൻ കൊടുത്തിട്ട് സെൻഡ് അടിക്കാം. എറർ അടിച്ചിട്ടുണ്ട്, അപ്പോൾ അതാകില്ല. പോസ്റ്റ്ഗ്രസിനെ നോക്കാം. യെസ്, പോസ്റ്റ്ഗ്രസിൻ്റെ തന്നെയാണ്. പിന്നെ എൻ്റെ ഇവിടെ വരും, ഇവിടെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നമ്മൾ. ഓക്കെ, ഇവിടെ പോസ്റ്റ്ഗ്രസ് ആണ്, കൺഫേം ആക്കി. നമുക്ക് ആ രീതിയിൽ പേലോഡ് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഈ ഒരു ലാബ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനകത്തിൽ ആദ്യം ഓർഡർ ഞാൻ പറയാം. ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഒരു ഡേറ്റാബേസിലുള്ള മൊത്തം ടേബിളിൻ്റെയും പേരറിയണം. എങ്കിൽ മാത്രമേ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളതും ഏത് ടേബിളാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതിനായിട്ട് ആ ഒരു ഈ ടേബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിലുള്ള എല്ലാ ടേബിളും ലിസ്റ്റ് ചെയ്യുന്നു, ടേബിൾ നെയിം. എന്നിട്ട് നമുക്ക് സാധ്യതയുള്ളൊരു ടേബിൾ എടുത്തിട്ട് ആ ടേബിളിൻ്റെ മൊത്തം കോളവും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു യൂസർ ടേബിൾ കിട്ടി. അതിനകത്തിൽ എവിടെയൊക്കെയാണ് യൂസർ നെയിം അല്ലെങ്കിൽ ഏതൊക്കെ പേരിലാണ് യൂസർ നെയിം എന്ന് പറഞ്ഞ കോളം ഉള്ളതും
പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡുകളൊന്നും കണ്ടുപിടിക്കണം. അതാണ് രണ്ടാമത്തെ ടാസ്ക്. അത് ഈ ഫൈനൽ ടാസ്ക് ആ ഒരു നമുക്കിപ്പോൾ എന്തൊക്കെയുണ്ട്, ആ ടേബിളിൻ്റെ നെയിമുണ്ട്, ടേബിളിൻ്റെ കോളംസിൻ്റെ നെയിമുണ്ട്, 2 കോളംസിൻ്റെ. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ജസ്റ്റ് സെലക്ട് ഇന്ന കോളം ഫ്രം നമുക്ക് വേണ്ട ടേബിൾ കൊടുത്താൽ നമുക്ക് സാധനം കിട്ടും, പാസ്വേഡും കിട്ടും, യൂസർ നെയിമും കിട്ടും. യൂസർ നെയിം ഓൾറെഡി അറിയാം, പാസ്വേഡ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു പരിപാടിയിലേക്ക് പോകാം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ അറിയാം ഇത് പോസ്റ്റ്ഗ്രസിൻ്റെ ആണെന്നുള്ള കാര്യം. അപ്പം അതിനനുസരിച്ച് നമുക്ക് പേരോട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫ്രം ഉണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആ ഒരു സെറ്റ് ചെയ്താൽ മതി. ഫ്രം ഇൻഫർമേഷൻ സ്കീമ. പക്ഷെ നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, ഈ ഇൻഫർമേഷൻ സ്കീമയിൽ ഏത് കോളത്തിലാണ് ഈ കോളംസിൻ്റെ നെയിം എല്ലാം ഉള്ളതെന്ന്. അത് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുവാണ് ഇൻഫർമേഷൻ. ഓക്കെ, ഇത് ഓൾറെഡി അറിയാം പോസ്റ്റ്ഗ്രസ് ആണ്. പോസ്റ്റ്ഗ്രസ് ഓക്കെ, പോസ്റ്റ്ഗ്രസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോളംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ടേബിൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ടൊരു റിസർച്ച് നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി കൂടി പെട്ടെന്ന് ആ ഒരു കോളമും കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് പറ്റത്തില്ല. സോ ഇതൊക്കെ നമ്മൾ ഇവൻച്വലി പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെ ഈ പേര് മാറ്റി, കോളം നെയിം മാറ്റി നമുക്ക് വേണ്ട കോളത്തിൻ്റെ നെയിം കൊടുത്തു. ഓക്കെ, സെൻഡ്. ഓക്കെ, ഇതിനകത്തിപ്പം കോളംസ് എല്ലാം ഉള്ള ഉള്ള ടേബിളിൻ്റെ എല്ലാ പേരുമുണ്ട്. നമുക്ക് വേണ്ടത് യൂസർ റിലേറ്റഡ് നെയിം ഒരു കോളമാണ്. 15 മാച്ചസ് ഉണ്ട്. നോക്കാം, ഇതൊന്നും ആർക്കില്ല. നമുക്ക് കഴിഞ്ഞ വട്ടം കിട്ടിയത് വെച്ചിട്ടൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ആയിരിക്കും. ഇതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കണം. ഓക്കെ, ഇന്ന ടേബിളിൽ ഏതൊക്കെ കോളംസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ടേബിളിൽ യൂസർ നെയിമും പാസ്വേഡെന്ന് പറഞ്ഞൊരു കോളം ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആക്കാം നമ്മുടെ ആ ഒരു അസംഷൻ കറക്റ്റായിരുന്നു, ഈ ഒരു ടേബിൾ കറക്റ്റായിരുന്നു എന്നുള്ളത്. അതിനായിട്ട് ഏത് പേലോഡ് സെറ്റ് ചെയ്യണമെന്ന് ഷീറ്റിലുണ്ട്. കണ്ടോ, ഇതാണ് അതിനുള്ള പേലോഡ്. ജസ്റ്റ് ഈ ഒരു ടേബിൾസ് എന്നുള്ളത് മാറ്റി കോളംസ് ആക്കുക. പിന്നെ വേറെ ടേബിൾ നെയിം ഇന്നതായിരിക്കുന്നതും കൂടി ആഡ് ചെയ്യുക. കോളംസ് വേർ ടേബിൾ നെയിം ഈക്വൽ ടു ഇത്. പിന്നെ നമുക്കിവിടെ എന്തൊക്കെയാണ് ആ ഒരു കോളം ഉള്ളതെന്നറിയില്ല. നമുക്ക് വേണ്ട കോളം എന്ന് പറയുമ്പം ഈ ടേബിളിലെ കോളംസിൻ്റെ നെയിം കാണിക്കുന്ന കോളം ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ കിട്ടും. ഈ ഒരു ടേബിളിൻ്റെ നെയിം നമ്മൾ കോപ്പി ചെയ്യുക, പോസ്റ്റ്ഗ്രസിൻ്റെ പേര് വെച്ചാൽ മതി, കിട്ടും. PG ആദ്യം തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, കോളം നെയിം എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. അത് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക, ജസ്റ്റ് സെൻഡ് ചെയ്യുക. റൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്. യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കോളത്തിലാണ് സ്റ്റോർ ആക്കി. നമുക്ക് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് മാറ്റി വെക്കാവേ. ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് പിന്നെ അങ്ങ് പോയാൽ മതിയല്ലോ. ഓക്കെ, ഇതാണ് യൂസർ നെയിം സ്റ്റോർ ചെയ്തേക്കുന്ന ആ ഒരു കോളത്തിൻ്റെ പേര്. ഈ പാസ്വേഡിൻ്റേത് ഇമെയിൽ നമുക്ക് ആവശ്യമില്ല. പാസ്വേഡിൻ്റെ തന്നെ ഇതാണ്. പാസ്വേഡ് എടുത്തിട്ട് ഇവിടെ ഓക്കെ, നമുക്ക് ടേബിളിൻ്റെ നെയിമും ഉണ്ട്, യൂസർ ഇത്. ബാക്കി നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഇതൊന്ന് മോഡിഫൈ ചെയ്യണം ചെറുതായിട്ട്. ആ പരിപാടി കഴിഞ്ഞു. സെൻഡ് ചെയ്യുന്നു. നമുക്ക് വേണ്ട അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിച്ചു. സോ അതിവിടെ ഏറ്റവും താഴെ കണ്ടോ, ഇതാണ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ്. ജസ്റ്റ് കോപ്പി ചെയ്യുക. നമുക്ക് എടുത്ത് പോകാം. ഓക്കെ, ഇവിടെ മൈ അക്കൗണ്ട് എടുക്കുക. ഓക്കെ, യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ. പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു, ലോഗിൻ. പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ലാബ് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യും.
ലൈവ് ബഗ് ഹണ്ടിങ്, അതേപോലെ തന്നെ ലൈവ് CTF, ഇതൊക്കെ നമുക്ക് പ്ലാനുണ്ട്. പിന്നെ ഇൻഫോർമേറ്റീവായിട്ടുള്ള സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഷോർട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും മുകളിലായിട്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റും സൈബർ സെക്യൂരിറ്റിയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കുറച്ച് കണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഫ്യൂച്ചറിൽ വരും. സോ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും, പിന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയും നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഈ ചാനൽ ഫോളോ ചെയ്യുക.